വേവ്സിന്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവ്സ് മൂന്ന് തരം വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, മെക്കാനിക്കൽ വേവ്സ്, മാറ്റർ വേവ്സ് അത് കണ്ടതാണ്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ മെക്കാനിക്കൽ വേവ്സിനെ പറ്റിയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ട് തരത്തിലുള്ള മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? y of x t is equal to a sin kx minus omega t plus 5. ഇനി ഇനീഷ്യൽ ഫേസ് ഫൈ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താവും? y of x t is equal to a sin kx minus omega t. ഇതിൽ ആർഗ്യുമെന്റ്, അതായത് ഈ ഫംഗ്ഷൻ kx minus omega t എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എക്സും ചേഞ്ച് ചെയ്യും. കാരണം എല്ലാ എക്സും ടിയും ഒരുപോലെ തന്നെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത്. ഇനി നമ്മൾ എക്സ് ഈ പോയിന്റ് എക്സ് ഒരു ഡെൽറ്റ എക്സ് ദൂരം സഞ്ചരിച്ചു എന്ന് വിചാരിക്കാം. ഏത് സമയത്ത്? ഡെൽറ്റ ടി സമയത്ത്. അപ്പൊ ഈ ആർഗ്യുമെന്റിനെ മാത്രം, ഈ ഫംഗ്ഷനെ മാത്രം നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിന്റെ എക്സ് എന്നുള്ള സ്ഥലത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നും ഇതിന്റെ ടി എന്നുള്ള സ്ഥലത്ത് ടി പ്ലസ് ഡെൽറ്റ ടി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഈ ഡെൽറ്റ ടി സമയത്ത് ഡെൽറ്റ എക്സ് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഫേസ്, ഇനീഷ്യൽ ഫേസ് 0 ആയതുകൊണ്ട് ഈ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഒമേഗ ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ ടിക്ക് ഈക്വൽ ആയിരിക്കും. രണ്ടും കോൺസ്റ്റന്റുകളാണ്. ആ കോൺസ്റ്റന്റ് വാല്യൂ സെയിം ആയിരിക്കും. അതുകൊണ്ട് അത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്തതാണ്. സോ കോമൺ ടേംസ് ഒക്കെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ ഇതിലൊരു കെ എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും, ഇതിലൊരു ഒമേഗ ടി എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. രണ്ട് ക്യാൻസൽ ചെയ്യും. പിന്നെ എന്താ ഉണ്ടാവുക? കെ ഡെൽറ്റ എക്സ് മൈനസ് ഒമേഗ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ കെ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ ഡെൽറ്റ ടി. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് കിട്ടും. ഡെൽറ്റ എക്സും ഡെൽറ്റ ടിയും വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് എഴുതാം? ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി നമുക്ക് എന്ത് എഴുതാം? ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. സോ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. എന്താണ് ഈ ഡി എക്സ് ബൈ ഡി ടി? വെലോസിറ്റി ആണ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. സ്പീഡ് ഓഫ് എ പ്രോഗ്രസീവ് വേവ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ ആണ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് അതിൽ നിന്ന് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. വേറെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. കെ എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇനി ഒമേഗ നമ്മൾ 2π ന്യൂ എന്നും കെക്ക് 2π ബൈ ലാംഡ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾ വളരെ പണ്ട് തൊട്ട് പഠിക്കുന്ന വേവിന്റെ ഇക്വേഷൻ കിട്ടും. എന്താണ്? വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. എല്ലാ വേവിനും സി ഈസ് ഈക്വൽ ടു ലൈറ്റ് ആണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ഇനി നമ്മൾ സ്പെഷ്യൽ കേസസ് പഠിക്കുകയാണ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുള്ള ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു നൂല് വലിച്ചു കെട്ടി അതിനെ താഴേക്ക് വലിക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ എന്ത് വേവ് പോകും? ട്രാൻസ്വേഴ്സ് വേവ് നീങ്ങിക്കൊണ്ടിരിക്കും. ആ നീങ്ങുന്നതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിള് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഓസിലേറ്റ് ചെയ്യുക. ഈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ, ആ ഓസിലേഷൻ എന്തിൻ്റെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഓസിലേഷൻ രണ്ട് ഫാക്ടറിന്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. സ്പീഡ്, വെലോസിറ്റി ഓഫ് ദി ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് 2 ഫാക്ടർ? ഒന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്, രണ്ട് ഇനേർഷ്യ ഫാക്ടർ ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് അതിനെ വീണ്ടും ഇങ്ങനെ പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഒരു സ്പ്രിങ് മുന്നോട്ടേക്ക് നമ്മൾ വലിച്ചിട്ട് വിടുമ്പോൾ അതിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് പിന്നോട്ട് വരുന്നത്. പക്ഷെ ആ മെയിൻ പൊസിഷനിൽ നിൽക്കാണ്ട് വീണ്ടും പിന്നോട്ടേക്ക് പോകുന്ന ഇനേർഷ്യ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അതാണ് അതിനെ മെയിൻ പൊസിഷനിലേക്ക് വലിക്കുന്നത്. പക്ഷെ അവിടെ നിൽക്കാണ്ട് അത് എന്ത് ചെയ്യും? ഇനേർഷ്യ ഉള്ളത് കാരണം വീണ്ടും കുറച്ചുകൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനേർഷ്യ ഫാക്ടർ, അല്ലെങ്കിൽ 1 ഇനേർഷ്യ ഫാക്ടർ, പ്രൊപ്പോർഷണൽ ടു 1 ഇനേർഷ്യ ഫാക്ടർ. ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ്. കണ്ടോ? റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ്. ആൻഡ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതിനെ നമ്മൾ ലീനിയർ ഡെൻസിറ്റി എന്നാണ് വിളിക്കുക. മ്യൂ ഈസ് ഈക്വൽ ടു എം ബൈ എൽ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടാവും. സോ ഡയമെൻഷനലി ഒക്കെ നമ്മൾ ഇക്വേഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്നാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്.
പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടാവും. വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. കൃത്യമായ ഓർമ്മ വേണം. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റിക്ക് ഉള്ള ഇക്വേഷൻ ആണ് v is equal to root of t by mu, where t is the tension on the string and mu is the linear density, അതായത് m by l of the string. നമുക്ക് ഒരു പ്രോബ്ലം. സ്റ്റീൽ വയർ 0.72 meter long has a mass of 5 into 10 raised to minus 3 kilogram. If the wire is under tension of 60 Newton, what is the speed of transverse wave on the wire? എന്താണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്? 5 into 10 raised to minus 3 by 0.72. 6.9 into 10 raised to minus 3 kilogram meter raised to minus 1. Tension എന്താണ് 60 Newton ആണ്. So V is equal to root of T by mu. 60 by 6.9 into 10 raised to minus 3 ചെയ്താൽ 93 meter per second എന്നാണ് കിട്ടുക. അടുത്തത് വെലോസിറ്റി ഓഫ് എ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലാണ് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് കിട്ടുക. ആ സെക്ഷൻ അവിടെ കഴിഞ്ഞു. അടുത്തത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിലെ വെലോസിറ്റിയാണ്. സൗണ്ട് വേവ്സ്. നമ്മൾ എക്സാമ്പിൾ സൗണ്ട് വേവിന്റെ വെലോസിറ്റിയെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ കേൾക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ്, നമ്മുടെ മുന്നിലുള്ള എയർ മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് ഒരാളിൽ നിന്നും ഈ ശബ്ദം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൽ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, നേരത്തെ കേസിൽ സോളിഡ് ആയതുകൊണ്ട് ലീനിയർ ഡെൻസിറ്റി ആയിരുന്നു. ഇവിടുത്തെ കേസിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെൻഷൻ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ബൾക്ക് മോഡുലസ്, പ്രഷറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഷറിലെ വേരിയേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡുലസ് എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. B equal to minus delta P by delta V by V. So V velocity is proportional to delta P. ഇവിടെ ശ്രദ്ധിക്കണം, വെലോസിറ്റിയുടെ V ഉണ്ടാവും, വോളിയത്തിന്റെ V ഉണ്ടാവും. ഇനേർഷ്യ നേരത്തെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ഇവിടെ മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അതിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുക. സോ വെലോസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു 1 by ഡെൻസിറ്റി. രണ്ടും കൂടി ചേർത്ത് എഴുതിയാൽ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ V is equal to root of B by P എന്നാണ്. root of B by rho എന്നാണ്. root of B by rho എന്നാണ്. എന്താണ് ഇനി വേവ്, ഇത് വേവ് എയറിലൂടെ ആണെങ്കിൽ അല്ലേ, സൗണ്ട് വേവ്സ് നമ്മൾ എയറിലൂടെ ആണല്ലോ സാധാരണ പറയാം, അല്ലെങ്കിൽ ഫ്ലൂയിഡിലൂടെ ആണെങ്കിൽ എന്നൊക്കെ നമുക്ക് പറയാം ബൾക്ക് മോഡുലസ്. ഇനി സോളിഡിലൂടെ ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? V is equal to root of Y by rho. ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ലിക്വിഡിലും ഗ്യാസിലും സോളിഡിലും ഒക്കെ പോകുമെന്ന് നമ്മൾ കണ്ടതാണ്. ട്രാൻസ്വേഴ്സ് വേവ്സ് സോളിഡിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. അപ്പോൾ V is equal to root of Y by rho എന്ന് കിട്ടും. വേർ Y is the യങ്സ് മോഡുലസ്. സോളിഡ്സിലും ലിക്വിഡ്സിനും എന്താണ് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഗ്യാസസിനേക്കാളും അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ലാർജ് ആയിരിക്കും സോളിഡ്സിനും ലിക്വിഡ്സിനും. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇസ് ലാർജ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ, പ്രൊപ്പോർഷണൽ ടു റൂട്ട് ബി അല്ലെങ്കിൽ റൂട്ട് വൈ. അപ്പോൾ ഗ്യാസസിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് കംപ്രസ് ചെയ്യാം. അതായത് ബൾക്ക് മോഡുലസിന്റെ വാല്യൂ ചെറുതായിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ലിക്വിഡ്സിനും സോളിഡ്സിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഏറ്റവും കൂടുതൽ സോളിഡ്സിലായിരിക്കും, പിന്നെ ലിക്വിഡ്സിലായിരിക്കും, പിന്നെ ഗ്യാസസിൽ ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ. അതിന്റെ കാരണവും ഓർത്ത് വെക്കണേ. അടുത്തത് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് പ്രഷർ. നമ്മളിപ്പോൾ ട്രാൻസ്വേഴ്സിന് സ്ട്രെച്ച്ഡ് സ്ട്രിങ് കണ്ടു. എന്താണ്? V is equal to root of T by mu. പിന്നെ വെലോസിറ്റി ഇൻ എയർ കണ്ടു. V is equal to root of B by rho. പിന്നെ വെലോസിറ്റി ഇൻ സോളിഡ്സ് ലോങ്ങിറ്റ്യൂഡിനൽ ആണ്. സോളിഡ്സ് V is equal to root of Y by rho. 3 ഇക്വേഷൻ നമ്മൾ കണ്ടു. അടുത്തത് പ്രഷറിന്റെ ടേംസിൽ എങ്ങനെ വെലോസിറ്റിനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ നൽകിയത് ഓഫ് കോഴ്സ് ന്യൂട്ടൺ ആയിരുന്നു. ന്യൂട്ടന്റെ ഫോർമുല എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഒരു ഐഡിയൽ ഗ്യാസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് PV is equal to nRT അല്ലെങ്കിൽ NKBT. P എന്ന് പറയുന്നത് പ്രഷറാണ്, V വോളിയം ആണ്, N നമ്പർ ഓഫ് മോൾസ് ആണ്, KB ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചറും ആണ്. ഇനി ന്യൂട്ടൺ ഈ ഒരു ചേഞ്ചിനെ, അതായത് വെലോസിറ്റി എയറിലൂടെ പോകുമ്പോൾ ഉള്ള ചേഞ്ചിനെ ഐസോതെർമൽ പ്രോസസ് ആയിട്ടാണ് കണ്ടത്. ഈ പ്രഷർ വേരിയേഷനെ ഒരു ഐസോതെർമൽ പ്രോസസ് ആയിട്ടാണ് ന്യൂട്ടൺ കൺസിഡർ ചെയ്തത്. അങ്ങനെ ഐസോതെർമൽ പ്രോസസ് ആകുമ്പോൾ T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ സെയിം ടെമ്പറേച്ചർ ആണല്ലോ, അപ്പോൾ T കോൺസ്റ്റന്റ് ആണ്.
സോ പി ഡെൽറ്റ വി നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു ഇതാ പി വി ഇസ് ഈക്വൽ ടു എൻ കെ ബിയിൽ എൻ കെ ബി ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഇത് നിങ്ങൾ വേറെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവില്ലേ, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എൻ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, കെ ബി എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റും ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ, പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ചെറിയ മാറ്റം പോലും വലിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ടേംസ് കംപ്ലീറ്റ് ഐസോതെർമൽ ആകുമ്പോൾ ഈ ഭാഗം ആർ എച്ച് എസ് കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ആയി. സോ പി വി ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ കിട്ടും. അതിൽ നിന്നാണ് എന്തെഴുതിയത്, പി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും, പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു മൈനസ് വി ഡെൽറ്റ പി എന്ന് കിട്ടും. മൈനസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു പി എന്ന് കിട്ടും. നമ്മൾ നേരത്തെ കണ്ടു, ഇതാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. സോ പ്രഷറിനെ നമ്മൾ എന്തിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം, ബൾക്ക് മോഡുലസിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്ക് പ്രഷറിനെ എന്ത് ടേംസിലേക്ക് മാറ്റി എഴുതാം, ബൾക്ക് മോഡുലസിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. അല്ലെങ്കിൽ ബൾക്ക് മോഡുലസിന് പകരം എന്ത് എഴുതിയാൽ മതി, പ്രഷർ എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്നുള്ള ഇക്വേഷൻ എന്താകും, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ എന്നാകും. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല എന്ന് വിളിക്കുക. ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, ന്യൂട്ടൺ ഇത് ഈ പ്രോസസ്സിനെ ഐസോതെർമൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം നോക്കാം. എസ്റ്റിമേറ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. മാസ് ഓഫ് 1 മോൾ ഓഫ് എയർ ഇസ് 29 × 10⁻³ കിലോഗ്രാം. നമുക്കറിയാം ഒരു മോൾ ഓഫ് ഗ്യാസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 22.4 ലിറ്റേഴ്സ് ആണ് ഓക്യുപ്പൈ ചെയ്യാം. അതായത് ഡെൻസിറ്റി ഓഫ് എയർ at STP is density is equal to mass by volume. അപ്പോൾ mass of 1 mole of air by volume of 1 mole of air at standard temperature and pressure. mass of 1 mole തന്നിട്ടുണ്ട് 29 × 10⁻³ ആണ്. വോളിയം ഓഫ് 1 mole 22.4 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റിയതാണ്, ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. അപ്പോൾ 1.29 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുക. ഇനി എന്താണ്, ഡെൻസിറ്റി ആണ് കിട്ടിയത് 1.29 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. അപ്പോൾ എന്താക്കി, ന്യൂട്ടൺസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എയർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള വെലോസിറ്റി ഓഫ് ദ മീഡിയം കാണുകയാണെങ്കിൽ എന്താണ് കിട്ടുക, റൂട്ട് ഓഫ് പി ബൈ റോ എന്നല്ലേ, റൂട്ടിന് പകരമാണ് 1/2 ഇട്ടിട്ടുള്ളത്. പ്രഷർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ സ്റ്റാൻഡേർഡ് പ്രഷർ എത്രയാണ്, 1.01 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ആണ്, F/A അല്ലേ. പിന്നെ പി ബൈ റോ ഡെൻസിറ്റി എന്താണ്, 1.29 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അത് ചെയ്യുമ്പോൾ 280 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. ഈ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താ, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ആണ്. ശരിക്കും വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ 332 മീറ്റർ പെർ സെക്കൻഡ് അടുത്താണ്, 331 സംതിങ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കൂ, 280 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയിട്ടുള്ളൂ. അതായത് ഈ വാല്യൂ 15 ടൈംസ് സ്മോളർ ആണ് ദാൻ ദി ആക്ച്വൽ വാല്യൂ 331 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ന്യൂട്ടൺസ് ഫോർമുല ഈസ് കറക്റ്റഡ് ബൈ ലാപ്ലേസ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു അടുത്ത സയൻറ്റിസ്റ്റ് ലാപ്ലേസ് എന്നായിരുന്നു പേര്, അവർ വന്നിട്ട് പറഞ്ഞു ഇതിൽ കുറച്ച് കറക്ഷൻ വരുത്തിയാൽ കുറച്ചുകൂടി നല്ല ഉത്തരം കിട്ടും എന്നുള്ളത്. അങ്ങനെ ലാപ്ലേസ് ഇവിടെ ആദ്യം തന്നെ എടുത്ത കണ്ടീഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ പ്രഷർ വേരിയേഷൻസ് സൗണ്ട് ഇങ്ങനെ എയറിലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള പ്രഷർ വേരിയേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്നല്ല എടുക്കാൻ പറ്റുക, പകരം അതൊരു എഡയബാറ്റിക് പ്രോസസ്സാണ് എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്, പകരം എഡയബാറ്റിക് പ്രോസസ് ആയിട്ട് നോ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ്. ആ ഒരു കണ്ടീഷനിൽ വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു പ്രഷർ വേരിയേഷനെ കൺസിഡർ ചെയ്യാൻ എന്നാര് പറഞ്ഞു, ലാപ്ലേസ് പറഞ്ഞു. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ ഐസോതെർമൽ കണ്ടീഷൻ മാറ്റി ലാപ്ലേസ് എഡയബാറ്റിക്കിൻ്റെ കണ്ടീഷൻ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്, ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ പി വി റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്നായിട്ടാണ് മാറുക. ഗാമ എന്താണ്, റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ആണ്, CP/CV ആണ്. ഇനി ഇതിൻ്റെ ഡെൽറ്റ, ഇതിൽ ചേഞ്ച് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ചേഞ്ച് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ PN അവിടെ എഴുതി, പ്ലസ്
എന്താണ് വി റേസ്റ്റ് ഡെൽറ്റ വി റേസ്റ്റ് ഗാമ എന്ന് പറഞ്ഞാൽ ഗാമ വി റേസ്റ്റ് ഗാമ -1 ആണ്. പിന്നെ ഒരു ഡെൽറ്റ വി ഉണ്ടാവും പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ഫംഗ്ഷൻ വി റേസ്റ്റ് ഗാമയാണ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അതായത് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെക്കാൻ തന്നെ വേണം കേട്ടോ. ഡെറിവേഷൻ്റെ അതേ സ്റ്റെപ്പാണിത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. നിങ്ങൾ ഫുൾ ഡെറിവേറ്റീവിൽ തന്നെയാണ് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഈ ഡെൽറ്റ വി എന്ന് പറയുന്ന ആൾ ഇവിടെ ഉള്ളത്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഗാമ വി റേസ് ടു ഗാമ -1 പ്ലസ് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു, ഇതിനെങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് വി റേസ് ടു ഗാമ ഡെൽറ്റ പി. അതിൽ നിന്ന് ഗാമ പി ഇസ് ഈക്വൽ ടു മൈനസ് വി റേസ് ടു ഗാമ ഡെൽറ്റ പി ബൈ വി റേസ് ടു ഗാമ -1 ഡെൽറ്റ വി. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ വി റേസ് ടു ഗാമ ഡെൽറ്റ പി വി റേസ് ടു ഗാമ ഇൻറ്റു വി റേസ് ടു -1 ഇൻറ്റു ഡെൽറ്റ വി. വി റേസ് ടു ഗാമയും വി റേസ് ടു ഗാമയും ക്യാൻസൽ ചെയ്യും. ഗാമ പി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി. ഈ വി റേസ് ടു -1 മുകളിലേക്ക് പോകേണ്ടതാണ്, അതിന് പകരം ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ആക്കി ഇട്ടു. സോ ഗാമ പി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി. ഇതിനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞത്. അപ്പം നേരത്തെ ന്യൂട്ടൺ ബൾക്ക് മോഡുലസിന് പകരം പ്രഷർ എന്ന ടേം എഴുതിയിട്ടുള്ളൂ. ശരിക്കും ബൾക്ക് മോഡുലസിന് പകരം എന്ത് എഴുതണം? ഗാമ ഇൻറ്റു പ്രഷർ, ഗാമ പി എന്ന് എഴുതണം. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്നുള്ളത് എന്തായി? ഈ ന്യൂട്ടൺ റൂട്ട് ഓഫ് പി ബൈ റോ എന്നാക്കി. ലാപ്ലേസ് അതിന് ഒന്നുകൂടി കറക്റ്റ് ചെയ്തു, റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്നാക്കി. ഗാമ ഫോർ എയർ ഈസ് 7/5. എയറിൻ്റെ സി പി ബൈ സി വി എടുത്താൽ 7/5 ആണ് കിട്ടുക, അതായത് 1.4 ആണ്. അപ്പോൾ വെലോസിറ്റിക്ക് ഇക്വേഷൻ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 331.3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, വിച്ച് എഗ്രീസ് വിത്ത് ദി മെഷേർഡ് വാല്യൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പല എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോഴും വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലാപ്ലേസിൻ്റെ ഇക്വേഷൻ, ന്യൂട്ടൻ്റെ ഇക്വേഷനെ ആര് കറക്റ്റ് ചെയ്തത്? ലാപ്ലേസ് കറക്റ്റ് ചെയ്തത്. ഇത്രയാണ് ഈ ക്ലാസ് പറയാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.